70% ശാരീരിക പരിമിതികളുള്ള അനേല ജാസൻ എന്ന മിടുക്കി SLC പരീക്ഷ എഴുതിയതിൻ്റെ സന്തോഷത്തിലാണ്. ഷൊർണൂർ കല്ലിപ്പാടം അനുഗ്രഹയിൽ ധന്യ ജാസൻ്റെയും ജാസൻ ചാക്കോയുടെയും മകളാണ് അനേല. ഷൊർണൂർ KVR ഹൈസ്കൂളിലാണ് അനേല പരീക്ഷ എഴുതിയത്. 3 വയസ്സ് മുതൽ ഇന്ന് പരീക്ഷ എഴുതുന്ന ഇതുവരെയും അനേലയ്ക്ക് രക്ഷിതാക്കൾക്ക് പുറമെ താങ്ങും തണലുമായത് ഷൊർണൂർ BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ പ്രസിദ്ധ ടീച്ചറാണ്. 70% സെറിബ്രൽ പാൾസി ബാധിച്ച് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന പെൺകുട്ടി 3 വയസ്സിൽ അനേലയെ കണ്ടുമുട്ടുമ്പോൾ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ ഇനിയെന്ത് എന്നൊരു വലിയ ചോദ്യചിഹ്നമായിരുന്നു പ്രസീത ടീച്ചർക്ക്. കൃത്യമായ ദിശാബോധത്തോടെ മുന്നോട്ട് നയിക്കുന്നതും ഫിസിയോതെറാപ്പി അടക്കമുള്ള സേവനങ്ങൾ ഉപയോഗിക്കുന്നതിനും വളരെ പ്രാപ്തമാക്കി. 5 വയസ്സിൽ കൃത്യമായ ഒരു പൊതുവിദ്യാലയത്തിൽ ചേർക്കുകയും ഷൊർണൂർ BRCയുടെ മെഡിക്കൽ ക്യാമ്പുകളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. വീൽ ചെയറുകൾ, കബോർഡ് ചെയറുകൾ, വാക്കർ എന്നിങ്ങനെ അവൾക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഷൊർണൂർ BRCയിൽ നിന്ന് അവൾക്ക് ലഭ്യമാക്കി. അവിടെ നിന്ന് തുടങ്ങിയ യാത്ര ഏറ്റവും വലിയ വിജയമായ SSLC പരീക്ഷ വരെ എത്തി. ഷൊർണൂർ KVR ഹൈസ്കൂളിലാണ് അനേല SSLC പരീക്ഷ എഴുതിയത്. 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നതിന് വിദ്യാലയവും അധ്യാപകരും വലിയ പിന്തുണയാണ് അനേലയ്ക്ക് നൽകിയത്. പരീക്ഷ നന്നായിരുന്നു. എല്ലാ ടീച്ചർമാരുടെയും സപ്പോർട്ടിലൂടെ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റി. ഒത്തിരി നന്ദിയുണ്ട്. പ്രത്യേകിച്ച് പ്രസിദ്ധ ടീച്ചർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദി. താങ്ക്സ്. 70%-ലധികം ശാരീരിക പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ വിദ്യാലയത്തിലെത്തി പഠിക്കുന്നത് അനേലയ്ക്ക് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായി ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നൽകി വന്നത്. ഒഴിവുള്ള സമയങ്ങളിലെല്ലാം അനേലയുടെ വീട്ടിലെത്തി പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു നൽകി. തുടക്കത്തിൽ എഴുത്തും വായനയും അവൾക്ക് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. എന്നിരുന്നാലും ചിട്ടയായ പഠന പ്രക്രിയയിലൂടെ എഴുത്തിലേക്കും വായനയിലേക്കും അനേലയെ എത്തിക്കാൻ സാധിച്ചു. ഇന്ന് വളരെ നന്നായി അവൾ എഴുതുകയും പാഠഭാഗങ്ങൾ വായിക്കുകയും നന്നായി പാട്ടുകൾ പാടാനും കിട്ടാവുന്ന എല്ലാ പൊതുയിടങ്ങളും വേദികളും ഒരുക്കിക്കൊടുത്തുകൊണ്ട് അവളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്നത് അഭിമാനമാണെന്നും ടീച്ചർ ഓർക്കുന്നു. ഇന്ന് ഏറ്റവും നല്ല ഒരു അഭിമാന നിമിഷവും ഒപ്പം ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസം കൂടിയാണ്. കാരണം ഏറെ പ്രിയപ്പെട്ട ഒരുപക്ഷെ 3 വയസ്സ് മുതൽ ഒപ്പം നടക്കാൻ സാധിച്ച അനേല ഇന്ന് SSLC എക്സാം എഴുതുകയാണ്. ഏറ്റവും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒന്നാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. അതിൻ്റെ ഭാഗമായിട്ട് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം, ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് അനേലയെ വീട്ടിൽ പോയി പഠിപ്പിക്കുകയും, അതായത് ഒരു നിശ്ചിത സമയത്തല്ല, പറ്റാവുന്ന എല്ലാ സമയങ്ങളിലും അനേലയുടെ വീട്ടിൽ പോയി പാഠഭാഗങ്ങൾ പഠിപ്പിക്കാനും ഒപ്പം ഇന്ന് വളരെ നന്നായിട്ട് അനേല എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യും. എങ്ങനെയാണ് പരിമിതിയെ മികവാക്കി മാറ്റിക്കൊണ്ട് തൻ്റേതായ വഴിയിൽ മുന്നോട്ട് നടക്കുക എന്നുള്ളതാണ് അനേലയും അനേലയുടെ അമ്മയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അവരുടെ കൂടെ അവരുടെ ആ ഒരു അതിജീവനത്തിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞു ഷൊർണൂർ BRCയിലെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ. അതാണ് ഏറ്റവും വലിയൊരു അഭിമാനമായിട്ട്. കാരണം അനേല ഇന്ന് പരീക്ഷ എഴുതുമ്പോൾ ഇവിടെ വിജയിക്കുന്നത് ഒരുപക്ഷെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മറക്കാനാവാത്ത ഒരു അവിസ്മരണീയമായ ദിവസമാണ്. അനേലയുടെ ഓരോ യാത്രയ്ക്കും കരുത്തും പിന്തുണയുമായി അമ്മ ധന്യയും ഒപ്പമുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ.